പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വളർന്ന ചുറ്റുപാടിലെ നമ്മൾ കടന്നുപോയ അനുഭവങ്ങളുടെയൊക്കെ ഒത്തിരി ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ കാണും. ആ സ്വഭാവങ്ങൾ തന്നെയായിരിക്കും നമ്മൾ കുടുംബജീവിതത്തിലേക്ക് പോകുമ്പോഴും നമ്മുടെ കൂടെ മുന്നോട്ട് പോരുന്നത്. എന്നാൽ നമ്മുടെയൊക്കെ സ്വന്തം അസംഷൻസ് അതെപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. നീ നിൻ്റെ കൂട്ടാളിയും തമ്മിൽ കോൺഫ്ലിക്റ്റും കൺഫ്യൂഷനും ഒന്നും ഉണ്ടാകുവാനുള്ള സോഴ്സ് ഇതായിത്തീരരുത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നീ വളർന്ന ഫാമിലിയിൽ ഇമോഷൻസൊക്കെ അങ്ങ് വളരെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നൊരു കുടുംബമായിരുന്നായിരിക്കാം. പക്ഷെ നിൻ്റെ കൂട്ടാളിയുടെ കുടുംബം അങ്ങനെ ആയിരിക്കണമെന്നില്ല. വേറൊരെണ്ണം, നീ വളർന്ന ഭവനത്തിൽ നിൻ്റെ അപ്പനും അമ്മയും ഒച്ചത്തിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ആർഗ്യൂ ചെയ്യുന്ന സ്വഭാവം കാണും. പക്ഷെങ്കിൽ നിൻ്റെ കൂട്ടാളിയുടെ സ്വഭാവത്തിൽ അങ്ങനെ ആയിരിക്കത്തില്ല. അവരുടെ പേരൻസ് പിള്ളേരുടെ മുമ്പിൽ വെച്ച് വഴക്കൊന്നും ഇടാതെ ഇരിക്കുന്നവരായിരിക്കും. അപ്പം നീ വിചാരിക്കും നിൻ്റെ ഫാമിലി സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനൊക്കെയാണ് നോർമൽ. നിൻ്റെ കൂട്ടാളിയുടെ ഭവനത്തിലുള്ളതൊക്കെ ശരിയല്ല. അതൊക്കെ നിനക്ക് അപൂർവമായിട്ടായിരിക്കും തോന്നുന്നത്. നീ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആകും. അങ്ങനെ വരുമ്പോൾ കൂട്ടാളിയുടെ സ്വഭാവത്തിൽ കൂടെ പോലും നീ കൺഫ്യൂസ്ഡായിട്ട് എങ്ങനെ അവനോട് റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളത് അറിയാൻ മേലാതായി വിട്ട് വരും. എന്നാൽ രണ്ട് പേരുടെയും ബെനിഫിറ്റിനായിട്ട് ഞാൻ പറയട്ടെ, രണ്ടുപേരും ടേക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് യുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. എന്നിട്ട് അത് നിന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക. അപ്പം നിനക്ക് തന്നെ ചിലപ്പോൾ തോന്നും, നീ ചില പഴയ മുറിവുകളൊക്കെ പിന്നെയും തുറന്നു കൊണ്ടുവരികയും നിൻ്റെ പേരൻസിനെ നീ ഡിസോണർ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയായിരിക്കുമെന്ന്. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. ദാറ്റ്സ് ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, എല്ലാ അമ്മമാരും അപ്പന്മാരും ആഗ്രഹിക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യമാണ്. എല്ലാ പേരൻസും, ഗുഡ് ഓർ ബാഡ്, അവർക്ക് കഴിയാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന, പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ബെസ്റ്റ് പേരൻസ് പോലും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, അയ്യോ ഞങ്ങളിങ്ങനെ ചെയ്തതായിരുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന്. അതേന്നേ. അതുകൊണ്ട് നിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും എന്നറിയാമോ? നിൻ്റെ പേരൻസ് ചെയ്ത തിങ്സും എടുത്ത തീരുമാനങ്ങളും നീ കണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ നീ അങ്ങ് പുറകോട്ട് മാറ്റിക്കള. എന്നിട്ട് യേശു കർത്താവിൻ്റെ എക്സാമ്പിൾ ഒന്ന് ഫോളോ ചെയ്യാമോ? ദാറ്റ്സ് ദ ഓൺലി വേ ടു ബിക്കം ദ ബെസ്റ്റ് സ്പൗസ് യു ക്യാൻ ബി. നിൻ്റെ ടെൻഡൻസികൾ ഒക്കെ നിനക്ക് നല്ലതായി മനസ്സിലായി വരുമ്പോൾ നിനക്ക് അത് നിൻ്റെ കൂട്ടാളിയോട് പറയാം. പണ്ടത്തെ പോലെ ഒന്നുമല്ലാത്ത പോലെ നിൻ്റെ കുടുംബജീവിതം ധന്യമായി നല്ലതായി മുന്നോട്ട് പോകുന്നത് കാണുവാൻ തക്കോണം ഇടയായിത്തീരും. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. Ephesians chapter 4 verse 15 says like this: സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളൂ സകലത്തിലും വളരുവാൻ ഇടയാകും. സ്തോത്രം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, മാരേജിൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. പക്ഷേ പലപ്പോഴും അത് ഡിഫിക്കൽട്ടായിട്ട് വരും. എന്തുകൊണ്ടാണ്? നല്ല കമ്മ്യൂണിക്കേഷൻ നാച്ചുറലി നമ്മൾ മിക്ക പേരിൽ നിന്നും പുറത്തോട്ട് വരത്തില്ല. കാരണം നമ്മൾ വളർന്ന ഫാമിലി ചിലപ്പോൾ അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫാമിലി അല്ലായിരിക്കും. അതുപോലെ നാം പഠിച്ചു വെച്ചിരിക്കുന്ന പോലെ
വലിയ ചില കാര്യങ്ങളിൽ പോലും നമ്മുടെ ഫാമിലി ആയിരിക്കും നമ്മെ ഷെയ്പ്പൻ ചെയ്തിരിക്കുന്നത്. ഞാൻ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം ഒന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ദ കീ ടു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ബീയിങ് ഇൻറ്റൻഷണൽ. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തുവിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നീ ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണോ? നിൻ്റെ കമ്മ്യൂണിക്കേഷനിലും ആ ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ കാണണം. നല്ലപോലെ സംസാരിക്കണമെന്നുള്ളത്, ബെറ്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളത് പഠിച്ചെടുക്കുന്ന ഒറ്റ രാത്രി കൊണ്ട് പറ്റത്തില്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ക്രിസ്തുവിനെ നാം റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചില ബാഡ് ഹാബിറ്റ്സൊക്കെ നാം പൊട്ടിച്ചെറിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകത്തുള്ളൂ. അതിന് പേഷ്യൻസും പെർസീവറൻസും വളരെ ആവശ്യമാണ്, സഹിഷ്ണുത ആവശ്യമാണ്. എന്നിട്ട് വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നീ നിൻ്റെ കൂട്ടാളിയോട് ചേർന്ന് നിന്ന് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ചിലർ വിചാരിക്കുന്നത് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ, കാരണം സംസാരിക്കാതെ മറ്റേ വ്യക്തിക്ക് ചിന്തിക്കാൻ നാം അവസരം കൊടുക്കണ്ടേ. അപ്പം ദയവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ചിലർക്ക് ചിലതൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാൻ സമയം ആവശ്യമാണ്. പക്ഷെ ചിലർ പെട്ടെന്ന് ചുടുപെടാന്ന് മറുപടി പറയും. അതവരുടെ തീരുമാനമാണ്, അത് പെട്ടെന്ന് തന്നെ അവരങ്ങ് പറയും. രണ്ടുപേരും കമ്മ്യൂണിക്കേഷൻ്റെ രണ്ടറ്റത്ത് വ്യത്യസ്ത നിലയിലാണ് ആ കമ്മ്യൂണിക്കേഷൻ സ്പെക്ട്രം ഇരിക്കുന്നതെങ്കിലും ഞാൻ പറയട്ടെ, നീ അതൊന്നും ഫിക്സ് ചെയ്യാൻ പോകരുത്. നീ അപ്രീഷിയേറ്റ് ചെയ്യാനും ആ ഉള്ള വ്യത്യാസങ്ങൾ അതിന് വാല്യൂ കൊടുക്കുവാനും ഒരുങ്ങിയിരിക്കണം. ദൈവം നമ്മുടെ ഡിഫറൻസസൊക്കെ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് കോംപ്ലിമെൻ്ററി ആയിട്ട് അങ്ങ് ഡിസൈൻ ചെയ്യുമെന്നേ. കോൺഫ്ലിക്റ്റ് വരത്തില്ല. നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായിരിക്കണം. നിൻ്റെ യുണീക്കായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് നിനക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മിസ്കമ്മ്യൂണിക്കേഷനൊക്കെ നിനക്ക് അവോയ്ഡ് ചെയ്യാം. നിൻ്റെ കുടുംബജീവിതത്തെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ദൈവത്തോട് സഹായം ചോദിക്കുക. പ്രത്യേകിച്ച് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കുക. താഴ്മയോടെ നീ സംസാരിക്കുന്നതിന് മുമ്പ് നീ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മനസ്സിലാക്കണമേ, നാം പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൂട്ടാളി കേൾക്കും. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയട്ടെ. ഇന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ചില കാര്യങ്ങളിലെ സജഷൻ ഞാൻ എൻ്റെ പ്രിയ ബാബുച്ചാനോട് പറയുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, ഈ കാര്യം ഞാൻ ബാബുച്ചാനോട് പറയാൻ പോവാ, അല്ലെങ്കിൽ കർത്താവേ, ഈ കാര്യം ഞാൻ ബാബുച്ചാനോടൊന്ന് ചോദിക്കാൻ പോവുക. അതിൻ്റെ കറക്റ്റ് ഉത്തരം നീ എനിക്ക് തരണം, ബാബുച്ചാനെ കൂടി തരണം. എന്നാൽ അതിനായി ബാബുച്ചാൻ്റെ ഹൃദയത്തെ നീ ചലിപ്പിക്കണമേ. എല്ലാത്തിനകത്ത് നമ്മൾ ദൈവേഷ്ടം മുന്നിൽ നിർത്തിയാൽ ദൈവമക്കളെ, നമ്മുടെ മാരേജ് ലൈഫ് നല്ലതായിട്ട് പോകാൻ തക്കവണ്ണമുള്ള മറുപടിയെ നമുക്ക് ദൈവം തരത്തുള്ളൂ. വാല്യൂ യുവർ സ്പൗസ്. കാരണം അവർ നമുക്ക് പ്രധാനപ്പെട്ടവരല്ലേ. നമ്മുടെ ഫോണുണ്ട്, ടി വി ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ കൂട്ടാളി പറയുന്നത് നാം ശ്രദ്ധിക്കുന്നതും അതിനോട് നാം റെസ്പോണ്ട് ചെയ്യുന്നതിനും തീർച്ചയായും പ്രാധാന്യമുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2-way സ്ട്രീറ്റാണ്. യാക്കോബ് അപ്പോസ്തലൻ 1-ാം അധ്യായം ചാപ്റ്റർ 1:19 പറയുന്നത് ഇങ്ങനെ: പ്രിയ സഹോദരന്മാരെ, നിങ്ങളതറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ. അങ്ങനെ ആയിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്.
നീ ചൂസ് ചെയ്യുന്ന വിധവും സമയവും നീ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡും എല്ലാം ദൈവസാന്നിധ്യമുള്ളതായിരിക്കണം. അതേസമയം കോൺഫ്ലിക്റ്റിലിരിക്കുന്ന സമയത്ത് ചെന്ന് സംസാരിച്ചാൽ ശരിയാവുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ പറയുന്ന കാര്യമെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. എന്നാലും പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തരുന്ന പ്രേരണയ്ക്കനുസരിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ കൂട്ടാളി തീർച്ചയായിട്ടും തൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് അറ്റ് ഹാർട്ട് നമ്മുടെ വാക്കുകൾക്ക് തന്നിരിക്കും. സത്യത്തിൽ സ്നേഹം സംസാരിക്കണമെന്നല്ലേ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നത്. പക്ഷേ സ്നേഹം ചിലപ്പോൾ ഇല്ലാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സ്നേഹം ചിലപ്പോൾ പിടിച്ചു വച്ചിട്ട് സംസാരിക്കും. ദൈവമക്കളെ, വചനാടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. റൈറ്റ് ടൈം, ബ്ലെൻഡിങ് ലവ് ആൻഡ് ട്രൂത്ത്, ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉൾപ്പെടുത്തി മുന്നോട്ട് ജീവിക്കാൻ ആവശ്യമാകുന്ന കൃപ സ്വർഗ്ഗത്തിലെ പിതാവ് നമുക്ക് തരട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം ദൈവഹിതത്തിനൊത്ത് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നീ ഞങ്ങളെ സഹായിക്കണം. കുടുംബജീവിതത്തെ ഭദ്രമാക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.